ഹലോ ഗീസ്, നമ്മുടെ ഫ്രാങ്ക്ലിയാക്കല്ലേ പണ്ടത്തെ പോലെ നമ്മളേറ്റ് വല്ല മെയിൻ്റെ ഒന്നുമില്ല ഗീസ്. ഞാൻ കാണിച്ചരോ ചങ്ങായിക്ക് മറ്റേ കാറ് മേടിച്ചപ്പോഴേ നമ്മളേറ്റ് വല്ല മെയിൻ്റെ ഒന്നുമില്ല. അല്ലെങ്കിൽ എപ്പോഴും നമ്മളെ അടുത്താണ് ഉണ്ടാവാറ്. ഫ്രാങ്ക്ലിയാക്കോ ഇന്നെന്താ ഫുഡ് ഉണ്ടാക്കിയിട്ടുള്ളത്? പറയൂ ഫ്രാങ്ക്ലിയാക്കോ. എടന്ന് ഫുഡൊന്നും ഇല്ല. പോയിക്ക വണ്ടി അവിടെ നിന്ന് മാറി ആ വണ്ടി സ്ക്രാച്ച് ആക്കാൻ വേണ്ടിട്ട് എടിച്ച അവളെ വീട്ടിൽ പോയി ഇരുന്നേ ശല്യം. ഓക്കെ ഫ്രാങ്ക്ലിയാക്കോ, ഞാൻ ഫ്രാങ്ക്ലിയാക്കാനെ ശല്യാക്കുന്നില്ല. ഫ്രാങ്ക്ലിയാക്ക എന്താ ചെയ്തോ. ഇതാണ് അവസ്ഥ. ഫ്രാങ്ക്ലിയാക്ക ഇപ്പൊ പണ്ടത്തെ പോലെ നമ്മളേറ്റ് വല്ല മെയിൻ്റെ ഒന്നുമില്ല. വണ്ടിയുടെ അടുത്ത് പോകുമ്പോ അപ്പൊ ഓടി എത്താ വണ്ടിനെ തൊടിരുന്നൊക്കെ പറയുന്നു ഗൈസ്. ഇപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രാങ്ക്ലിയാക്കാനെ ഇവിടെ കാണാല്ല. ആള് വണ്ടി സ്റ്റാർട്ടാക്കിട്ട് എവിടെ പോയിട്ടുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ വണ്ടി എടുത്തിട്ട് അങ്ങനെ പണ്ട് ഈ വണ്ടിയായിട്ട് റോളാകണ്ട. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ വണ്ടി വല്ല റോട്ടിലും കൊണ്ടുപോയിടാ. അയ്യോ ഇതിന് ബ്രേക്ക് എന്ത് എടാ അറിയാണ്ട് കൂടെ ഇടിച്ചല്ലോ. നമുക്കൊന്നും ചെയ്യണ്ട, വണ്ടിന്ന് ഇറങ്ങാൻ വേറെ വണ്ടിയിൽ പോയി വിളിച്ചിരിക്കട്ടെ. അല്ലെങ്കിൽ ഫ്രാങ്ക്ലിയാക്ക അന്ന് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. നമുക്ക് ഇതിന് മേലിട്ട് കയറി വിളിച്ചിരിക്കാം. ഫ്രാങ്ക്ലിയാക്ക എന്നെ കണ്ടുപിടിക്കരുത്. ഞാൻ ആ വണ്ടി എടുത്ത് റോട്ടിൽ കൊണ്ടുപോയി നോക്കിയപ്പോ വണ്ടി ഇവിടെ തന്നെ ഇടിച്ചാണ്ട് സെക്കായി ഗൈസ്. എനിക്ക് റിവേഴ്സ് ഒന്നും എടുക്കേണ്ടി അറിയില്ല. എങ്ങനെയൊക്കെ ഫ്രണ്ട് പോയതാണ്. സ്റ്റെയറിംഗ് പിടിച്ച് ഇരിക്കാൻ മറന്നു. ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട്? സുഖല്ലേ എല്ലാവർക്കും? അപ്പോ ഇന്നത്തെ ദിവസം പോരാ ഗൈസ്. കണ്ട നമ്മളെ വണ്ടിക്ക് രാവിലെ തന്നെ നല്ല പണി. ധാര പണിയാ. വണ്ടി എന്താ അവിടെ പോയി കിടക്കുന്നു? ചാട് ഫ്രാങ്ക്ലിനെ, ധാരപ്പണിയുടെ വണ്ടി ഇവിടെ കൂടുന്നിട്ടിരിക്കുന്നു. ഇത് മിക്കവാറും ഷിൻചാന്റെ പരിപാടി തന്നെയാവും. ഓനെ ശരിയാക്കി കൊടുത്തിട്ടുണ്ട്. ഓനക്ക് കുറച്ച് കാളെ കുരുത്തക്കേട് തുടങ്ങിയിട്ട് പാവലെ വിടുമ്പോ ഓ തലേ കയറി കളിക്കുന്ന അവനിപ്പോ ശരിയാക്കി കൊടുത്തിട്ടുണ്ട്. വണ്ടിക്കൊന്നും പറ്റിയില്ല ഭാഗ്യത്തിന്. പഹന അവിടെ കൊണ്ട് ഇടിച്ചിട്ടിരിക്കുന്നു. എനിക്ക് അന്ന് വണ്ടി ഞാൻ വെറുതെ കയ്യിൽ കൊടുത്തതാണ് ഓടിക്കാൻ വേണ്ടിയിട്ട്. വെജാതി പണിയൊക്കെ ഒന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഓനെ പഠിപ്പിക്കേണ്ടിയിരുന്നില്ല വണ്ടി ഓടിക്കാന്. എടാ ഷിൻചാനെ നീ എവിടെടാ? നിന്റെ പണിയല്ലടാ വണ്ടി എവിടെ കൊണ്ട് ഇടിപ്പിച്ചിട്ടത്? വെറുതെ പോവാൻ എന്താ വണ്ടിക്ക് കയ്യും കല്ല. നീ തന്നെയാണ്, നമ്മക്കറിയാം. എന്താ എന്റെ വണ്ടി എടുത്തോണ്ട് ഇടിപ്പിച്ചിട്ട് പോരാണ്ട് ഇന്നോട് തീടാൻ വരുന്ന അന്നൊന്ന് ശരിയാക്കി തരണ്ടേ. ഈ വീട്ടിൽ നിൽക്കണ മാരിയാക്കുന്നതിട്ട് അല്ലാണ്ട് വേറെ കുരുത്തക്കാണ് കാണിച്ചിരുന്നുണ്ടെങ്കിൽ ഇതേപോലെ ഉണ്ടാക്കുന്ന ഇഞ്ഞും കിട്ടും എനിക്ക്. നമ്മളിങ്ങനെ വീട്ടിൽ നിൽക്കുന്നില്ലേ, നമ്മള് ഫ്രണ്ടിലേക്ക് പറഞ്ഞു പൊയ്ക്കൊന്ന്. നമ്മള് ബാഗിലെല്ലാതാക്കിട്ട് നമ്മളിവിടുന്ന് പോവാണ്. ഞാൻ ഇവിടെ നിൽക്കുന്നില്ല. നമുക്ക് എവിടേക്കെങ്കിലും പോകേ ആരിലെ ലിഫ്റ്റ് അടിച്ചിട്ട് ഇവിടുന്ന് എവിടേക്കാലൊക്കെ പോയി നമുക്ക്. പിന്നെ നിങ്ങളോട് കാര്യം പറയാണ്ട് ഈ സമയത്ത് എനിക്കത് പറയാൻ പറ്റുമെന്ന് അറിയില്ല. ഒന്നുമില്ല, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോക്ക് ലൈക്ക് അടിച്ചേക്ക്. ഫ്രാങ്ക്ലിയാക്കാന്റെ വീട്ടിൽ നിന്ന് പോകണുണ്ടേ, സന്തോഷമേ ഉള്ളൂ. ഇനി പുറത്തു പോയിട്ട് ഫ്രാങ്ക്ലിയാക്കാന്റെ സംഭവം വേണ്ടല്ലോ. ഞാൻ അവിടെ കൊടുക്കും പോവാണ്. നമുക്ക് ചേട്ടനോട് ലിഫ്റ്റ് അയച്ചേക്കാം. അയ്യോ ആളപ്പത്തിന് വണ്ടി എടുത്ത് പോയാ നമുക്ക് ആരിലോട് ലിഫ്റ്റ് അയച്ചു കൊടുക്കാം. ലിഫ്റ്റ് കിട്ടിയാൽ നമുക്ക് അടിയിലോട്ട് എവിടേക്കലൊക്കെ പോവാം. പിന്നെ നമുക്കൊരു ലിഫ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഈ ചേട്ടനാണെന്നുണ്ടെങ്കിൽ എമ്മാതിരി പറയാ, ഇയാള് ഭയങ്കര പ്രോ സ്കില്ല് ഡ്രൈവറാ തോന്നുന്നു. പറഞ്ഞു വരുന്നില്ല, ഒരു ചങ്ങാനൊക്കെ കൊക്കയൊക്കെ തട്ടിട്ടുണ്ട്. ഇയാളായിട്ട് അധികം നേരം പോണത് സേഫ് അല്ല. എവിടെയെങ്കിലും നിർത്തിടാൻ പറയട്ടെ. ഇയാൾക്ക് എന്താ ചെവിയും കണ്ണൊന്നും കാണുന്നില്ലേ? എന്ത് പോക്കാണ് ഇയാള് പോന്ന്. അയ്യോ കൊക്കയിലോട്ട് പോയി. ഭാഗ്യണ്ട് ആ സൈഡിൽ ആ കമ്പിള്ളോണ്ട് രക്ഷപ്പെട്ടു, അല്ലെ കൊക്കയെ പോയായിരുന്നു. പിന്നെ ഇവിടെ ഇപ്പൊ തന്നെ നൈറ്റൊക്കെ ആയിട്ടുണ്ട്. നമ്മള് ഏതോ ഈ വീട്ടിന്റെ ബാക്കിലാണ് ടെന്റ് അടിച്ച് സെറ്റ് ആവാൻ പോണത്. ആ ചേട്ടൻ നമ്മൾ ഇവിടെ ഇറക്കിയെന്ന് കൊറേ ഓടി വന്നിട്ടാട്ടെ നമ്മൾ ഇവിടെ നിർത്തിയത്. ആ ചേട്ടൻ പറഞ്ഞു എവിടെ എനിക്ക് ഇറങ്ങേണ്ടിയെന്ന്. ഞാൻ ഈ വീട്ടില് നല്ല സ്പോട്ട് കണ്ടപ്പോ ഇറങ്ങിയതാണ്. നമുക്ക് ഞാൻ എന്തായാലും ഇവിടെ ടെന്റ് അടിച്ച് ഇതാവേ അത് നന്നാവുള്ളൂ. ഫ്രാങ്ക്ലിയാക്കാന്റെ വീട്ടിൽ ഞാൻ പോവില്ല ഗൈസ്. ഫ്രാങ്ക്ലിയാക്കന്നെ അടിച്ച് വണ്ടിമ തൊട്ടേന് ഇങ്ങനൊക്കെ ചെയ്യാൻ പാടുണ്ടോ? ഞാൻ ഫ്രാങ്ക്ലിയാക്കാന്റെ വീട്ടിലേക്ക് പോണില്ല ഗൈസ്. ഈ രാത്രി ഉണ്ടല്ലോ ഈ വീടിന്റെ മേലെ കേറിയിട്ട് ഈ സിറ്റിന്റെ വൈബ് ഒക്കെ ഒന്നും കൂടി നൈറ്റ് ആവാണ്ട്. ഇത് അധികമായിട്ടില്ല. അല്ല ഷിൻചാൻ എന്തിയേ? വെറുതെ അല്ല ഒരാളെയും കൂടി കുറവുണ്ടായിരുന്നു. അല്ല ഞാൻ മാത്രമേ ഉള്ളൂ, പിന്നെ ഷിൻചാനും. അപ്പൊ അതിന് എന്തിയേ? ഞാൻ നേരത്തെ അടിച്ചോടുകൂടി അവനെ കാണാലോട്ടാ. പിന്നെ നമ്മള് വണ്ടിയൊക്കെ ഗാരേജിന്റെ ഉള്ളിലോട്ട് കയറ്റിട്ടുണ്ട്. പുറത്ത് വെച്ചാൽ ശരിയാവൂല. ഷിൻചാനെ ഷിൻചാനെ കാണാല്ലോ. ഷിൻചാൻ എവിടെയാണ്? ചിലപ്പോ റൂമിൽ കയറി ഉറങ്ങുന്നുണ്ടാവും. അവന്റെ മെയിൻ സ്പോട്ട് മറ്റേ സ്വിമ്മിംഗ് പൂളിന്റെ അവിടെയാണ്. നമുക്ക് അങ്ങോട്ടേക്കൊന്ന് പോയേക്കാം. ഷിൻചാനെ അവനെവിടെ കാണാലല്ലോ. ഷിൻചാന് ഈ രണ്ട് ഭാഗത്ത് മാത്രമേ മെയിനായിട്ട് ഇരിക്കാറുള്ളൂ. ഒന്നല്ല ആ മൂലൊക്കെ പോയിട്ട് ഫോണിൽ കളിച്ചിരിക്കുന്നുണ്ടാവും. പക്ഷെ ഇവനിപ്പോ കാണാനില്ല. ഷിൻചാൻ എന്തി ഗൈസ്? ഇവിടെ ഷിൻചാൻ ഇല്ല ഗൈസ്. ഇവന് ഇവിടേക്കൊന്നും വരില്ല. അവൻ മെയിനായിട്ട് ഇവിടെ അല്ലെങ്കിൽ ആ ഫ്രണ്ടിന്റെ ഭാഗത്തൊക്കെ ആയിട്ട് ഇരിക്കുക.
നമുക്കൊരു കാര്യം ചെയ്യാം, പുറത്തിറങ്ങി നോക്കി വെക്കാം. ഓക്കെ ഗൈസ്, നമുക്ക് നേരെ ഷിൻചാനെ കണ്ടുപിടിക്കാൻ പോവാ. അപ്പൊ അന്ന് എവിടെയാണ് ഈ രാത്രി പോയി കിടക്കുന്നത്? കള്ള ഷിൻചാനി, എവിടെ ഷിൻചാനി നീ? നമുക്ക് പുറത്തിറങ്ങി നോക്കി വെക്കാം. ഓനെന്തായാലും ഈ രാത്രി വേറെ എവിടേക്കൊന്നും പോകില്ല, അവൻ പേടിച്ച് ഇങ്ങോട്ട് തന്നെ വരും. രാത്രി വീടിന്റെ പുറത്ത് പോലും ഇറങ്ങാത്ത പഹനാ വീട് ഇറങ്ങിപ്പോന്ന്. നമുക്ക് എന്തായാലും ഈ വഴി ഒന്ന് പോയി തപ്പി വെക്കാം. ഓനെന്തായാലും ഇവിടെ എവിടെ നിന്നൊക്കെ കിട്ടും, അല്ലാണ്ട് വേറെ എവിടേക്കും പോവില്ല. അല്ല, അത് എവിടെയോ കണ്ടു പരിചയമുള്ള ഒരു നടത്താൻ ഡ്രസ്സൊക്കെ ആണല്ലോ. ഇതാ നിക്കണ ഷിൻചാനി. ഈ പഹനത് എവിടേക്ക് ഈ വീട്ടിലോട്ട് ഈ രാത്രി? ഇവിടെ ഷിൻചാനെ എവിടേക്കണ്ട? അല്ല, നീ എന്താ ഇവിടെ? അല്ല, ഞാൻ ഫ്രാങ്ക്ലിയൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിക്കോളാൻ പറഞ്ഞപ്പോ വന്നതാണ്, അല്ലാണ്ട് ഞാനും വെറുതെ വന്നൊന്നുമില്ല. എടാ വന്ന് വണ്ടി കയറാൻ എന്റെ കൊമ്മല കളിയൊക്കെ മതി. ഞാൻ ആ സമയത്ത് ആ ദേഷ്യത്തിൽ അടിച്ചു പോയതാ, സോറി ഷിൻചാനെ. ഞാൻ സോറൊന്നും വണ്ടി കയറില്ല, ഞാൻ വീട്ടിൽ കയറില്ല, ഫ്രാങ്ക്ലിയൊക്കെ പോയിക്കോ. എടാ കടുവയും പൂലൊക്കെ ഇറങ്ങേണ്ട സമയമാണ് ഈ സമയം. അല്ല, കടുവയും പൂലില്ല, പ്രേതൊക്കെ ഇറങ്ങേണ്ട ടൈമാണ്. വേണമെങ്കിൽ വണ്ടി വന്ന് കയറിക്കോ. ഫ്രാങ്ക്ലിയൊക്കെ വണ്ടി എടുത്തോ, ഞാൻ കയറി വീട്ടിൽ പോയിക്കോ. ഞാൻ വെറുതെ ഞാൻ ഈ വീട്ടിൽ കയറിയിട്ട് നിക്കാൻ പറ്റാൻ നോക്കിയതാ. എന്തായാലും ഫ്രാങ്ക്ലിയൊക്കെ വന്നാൽ നന്നായി. എന്തായാലും ഗൈസ്, ഇവനെ പിടിച്ചോണ്ടര എത്ര പണിയുള്ളൂ. വീട്ടിൽ നിന്ന് വലിയ ആളെ പോലെ ഇറങ്ങി പോകും, പിടിച്ചോണ്ടര എത്ര പണിയുള്ളൂ. ഇതുള്ള കേസ് നമ്മൾ ഇന്നത്തെ കൂടിയോ പൊട്ടനെ വാങ്ങി കിട്ടി നമ്മളെ കയ്യില്. എന്തായാലും വണ്ടി സൈഡിലേക്കട്ടെ, എന്നിട്ട് എൻ്റെ പറയാ വീഡിയോടെ. പുതുള്ള കേസ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ലൈക്ക് അടിച്ചേക്ക് ഈ വീഡിയോക്ക് മാക്സിമം. പിന്നെ ഷിൻചാനെ ഇഷ്ടമുള്ള ഒരു റെഡ് ഹാർട്ട് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഗൈസ്.